നാജിയെ നാജി എന്നെ എവിടേക്കാ നമ്മള് പോണത്? എന്തിനാ പോണത്? ചൂണ്ടലിടാൻ പോവാണ് മൊട്ടക്കുന്നമ്മക്ക്. അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ ട്ടാ. മൊട്ടക്കുന്നമ്മക്കുള്ള റോഡ് ഫുള്ള് ഓഫ് റോഡാട്ടോ. ഇവിടുന്ന് പോലെ ഇങ്ങനെ പോയി മീൻ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല. ഇടക്കിടക്ക് കുട്ടികൾ പറയും മൊട്ടക്കുന്നുമ്മക്ക് പോവാ മൊട്ടക്കുന്നുമ്മക്ക് പോവാ. ശരിക്കും ഞാനിതുവരെ പോയിട്ടില്ല. ഫസ്റ്റത്തെ പോക്കാണ് ഇത്. പൊയ്ക്കല്ല നമ്മൾ ചൂണ്ടലിടാൻ പോണത്, ഇത് പാടത്തേക്കാണ്. മഴക്കാലത്ത് പൊയ്ന്ന് വെള്ളം കയറി ഒന്നും കണ്ട് തങ്ങിയ മീനുകളെ പിടിക്കാനാണ് പോണത്. അപ്പം നമ്മൾ മൊട്ടക്കുന്നിൻ്റെ ലൊക്കേഷനിലെത്തി. ചെറുക്കന്മാർ അഞ്ചെൻ്റെ ഒപ്പം നമ്മളെ മുന്നിൽ പോകുന്നുണ്ടോ, അതിൻ്റെ വെഹിക്കിലാണ് നമ്മൾ വന്നിക്കുന്നത്. അപ്പം ഇതാണ് ഇവർ ചൂണ്ടലിടുന്ന മൊട്ടക്കുന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെ മീൻ ഉണ്ടാവും, പക്ഷെ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് അഞ്ചന് ഇടക്കിടക്ക് ബിലാലിനെ പിടിച്ചുകൊണ്ടല്ലുണ്ട്. ഒരു വട്ടം 5 എണ്ണം, ഒരു വട്ടം 6 എണ്ണം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ ഞാൻ കരുതിയിരിക്കണം ഇങ്ങോട്ട് പോകണ്ടെന്ന്. സമ്പത്തിയൊക്കെ നമ്മൾ പോണ സ്ഥലങ്ങളാണ്, പക്ഷെ ഇവിടെ ചൂണ്ടലിടുന്ന സ്ഥലമാണെന്നല്ലേ നമുക്കറിയില്ല. അന്ന് നമുക്ക് ഇതൊക്കെ ഒരു പാടം, അതിലെങ്ങനെ പോവും. അപ്പുറത്തൂടെ റോഡുണ്ട്, അതിലെങ്ങനെ പോക്കുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എടാ തുമ്പിനെ പൊടിക്കല് വാലുമ്മ കല്ലെട്ടി പറപ്പിച്ചാനല്ലേ നിങ്ങൾക്ക്? ഇവർക്ക് രണ്ടാൾക്കും തുമ്പിനെ പിടിച്ചിന പണിയാണ്. അപ്പം നമ്മൾ ചെറുക്കന്മാരത്തേക്ക് തന്നെ ഒന്നും കൂടി പോയി. അവർക്ക് വല്ലതും കിട്ടിയെന്ന് നോക്കണ്ടേ. ഒരു ഗ്യാങ് ആയിട്ട് ഇവിടെ നിൽക്കണം. ഇപ്പം 4 ആളായി. അങ്ങനെ നമുക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് മീന്? ശരിയേ, എന്താണോ ഇത്? അനക്കിപ്പോ മതി സഹിമേ. പ്രാലോ ഇത് നോണച്ചിയാണ്. അല്ലേ എനിക്ക് മണക്കാണേ. എന്റെ മൂത്താപ്പാന്റെ വീടൊന്നല്ലേ, മനാഫിന്റെ വീടാണ്. മനാഫിന്റെ എന്റെ ഉണ്ടമ്പൂരിയാണ്. പൊട്ടനാ പൊട്ടനേതാ മൂത്താപ്പ? എങ്ങനെ മനാഫന്റെ? എന്റെ അമ്മാവനല്ലേ? ഓ ചെറുക്കം പിടിച്ചോ, ചെറുക്കം പിടിച്ചോ. അത് ഞാനും മറ്റവനും വർത്താനം പറഞ്ഞു നിൽക്കുമ്പോ ചെറുക്കന് മീനടിച്ചു. മീനും കൊണ്ട് മണ്ടാണ് വലിയ നാളെ കിടന്ന്. നമ്മൾ ചൂണ്ടൽമന്ന് ശ്രദ്ധയൊക്കെ പോയി. നമുക്ക് ഇതിനനുസരിച്ചുള്ള ക്ഷമയില്ലല്ലോ. അപ്പോഴും ക്ഷമയോടെ ചൂണ്ടലിട്ട് ഇളകാതെ അതിൻ്റെ ഫലമായിട്ടാണ് അവന് മീൻ കിട്ടിയത്. ആദ്യത്തെ മീൻ അനാപ്പസ്. ഇതിന് നല്ല മുള്ളാണ്. ഇതിമ്മ മണ്ടി ചെന്ന് പിടിച്ചാൽ കജ്ജൊക്കെ കീറും. അനക്കോലം മുള്ളുമാണ്. കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ചാകൂല. കുത്തുട്ടോ എന്താണ്? ആനപ്പസോ? ഏതാണ് ആദ്യം? ചൂണ്ടലിടൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നു. അതുവരെ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ മീൻ ഉണ്ടോ ഇല്ല എന്നൊരു സംശയം തന്നെയായി. കാരണം അത് പോയല്ലേ, പാടല്ലേ. ഇല്ല മീനൊക്കെ ഓല് പിടിച്ചു. ആദ്യത്തെ മീൻ കിട്ടിയപ്പോൾ തന്നെ ആ ഉറങ്ങിക്കിടന്ന ചൂണ്ടൽ വികാരമൊക്കെ പുറത്തേക്ക് വന്നു. ഇവഞ്ഞ് പാടത്തേക്ക് തന്നെ ചാടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇറങ്ങി പിടിച്ചല്ല പരിപാടിയാണ്. ഇവനാണ് ആനി. നമ്മളെ പാത്തുമ്മാൻ്റെ മോനാണ്. പാത്തുമ്മ ഞാനൊക്കെ ഒപ്പം മദർസ് പഠിച്ചാണ്. അപ്പം അവനോട് അന്വേഷിച്ചപ്പോഴാണ് ഓന് പാത്തുമ്മാൻ്റെ മോനാണെന്ന് അറിയുന്നത്. ഇവൻ നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടെ ചൂണ്ടലിടാൻ തുടങ്ങിയിരിക്കണേ. ഇടക്കിടക്ക് ഇവിടെ വന്ന് ഈ ഭാഗത്തില്ല തന്നെയാണ്. അത് ഇടക്കിടക്ക് ഇവിടെ വന്ന് ചൂണ്ടലിടലുണ്ട്. അപ്പോൾ ഓൻ്റെ ചൂണ്ടൽമേലാണ് മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ മീനിൻ്റെ തർക്കം നടക്കുന്നുണ്ട്. ജയാൻ വീണ്ടും വന്നു പുതിയ ചൂണ്ടലുമായിട്ട്. ഓന് ചൂണ്ടലില്ല ഇനി. അപ്പോൾ ഈർപ്പ വാങ്ങി പോന്നു, കുളത്ത് വിടുന്ന് പതിച്ചു. അപ്പോൾ അതുവരെ മറ്റോൻ്റെ ചൂണ്ടൽമേല ഇട്ടിരുന്നത്. ഇപ്പോൾ ഓൻ്റെ സ്വന്തം ചൂണ്ടൽമ വന്നേക്കാണ്. അപ്പോൾ ഈ പാടത്ത് കൂടെ നടന്നു നോക്കട്ടെ. ഇവിടെ വാഴക്കൃഷിയാണ്. അത് പൂവനാണ് ഓണ്. പക്ഷെ ഇവിടുത്തെ പൂവനൊന്നും ഉഷാറായിട്ടൊന്നുമില്ല. ഇതിനൊരു സുഖം എന്ന് പറഞ്ഞാൽ ഒക്കെ കജ്ജെത്തുന്നിടത്താണ്. അതാണ് സുഖം. നല്ല രസം. കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് ഈ പാടത്തിൻ്റെ മൊത്തം വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 360 ഡിഗ്രി
അപ്പോൾ ചെക്കൻ ഇവിടെ എത്തിട്ടോ ഓൻ ലൊക്കേഷൻ മാറ്റി. അതെന്താണ് വരാൽ ജയ്സനോ അന്തം വിട്ട് ഉത്തർന്നപ്പോ പോയില്ലേ? ഞാൻ അപ്പുറത്ത് പോകാൻ തിരിഞ്ഞപ്പോത്തിന് ഓൾക്ക് രണ്ടാമത്തെ മീനും അടിച്ചു കേട്ടോ. ആരട്ടെ ആരട്ടെ വിടല്ലേ സയ്യാനെ? സഹിമ അവിടെ ഉണ്ടല്ലേ? സഹിമേ സയ്യാനെ കടന്നുടിച്ച് രണ്ടാമത്തെ മീനെ കിട്ടി. ചെക്കന്മാരൊക്കെ ഹാപ്പിയായി നിൽക്കേന്. അപ്പോത്തിന് കൊളത്തയച്ച് ചാടി കായ്സ്. കടുത്ത നിരാശ. ഇപ്പുറത്തെ അഞ്ചന് കൊമ്പന് വേണ്ടിയിട്ട് എറിയുന്നുണ്ട് കേട്ടോ. ഓൻ വിലാലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇടുന്നത്. ഇവിടെ ഉള്ള വിലാലിനെ മൊത്തം പിടിച്ചേക്കണ്. 16 ടോട്ടൽ പിടിച്ചേക്കണ്. ഇനിയിപ്പോൾ ഇതിലുണ്ടാവാം. അപ്പോൾ ഇതിന് നമുക്ക് ചെറുക്കന്മാരെ തിരഞ്ഞു പോകണം. ഓലാണ് നമ്മൾ ടാർഗറ്റ്. ഓല എവിടെ വെക്കട്ടെ? എത്ര കിട്ടിയിട്ടുണ്ട്? ഇങ്ങോട്ടോക്ക് ഉണ്ടമ്പോ ശരിയാ. എന്റെ കുണ്ടിമ്പ കുടുങ്ങി. ചെക്കന്മാരെയൊക്കെ ഒന്ന് പോന്നു. ഞാൻ മറ്റോലെ തന്നെ തിരഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ ഇലൻ്റെ മറവ് കൂടെ ഇവരെ കാണണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ തിരഞ്ഞു നോക്കുകയാണ്. അഞ്ചന് വല്ലതും കിട്ടിയിരിക്കണോക്കട്ടെ. ഓൻ ചെറിയ മീനിനെ ലക്ഷ്യം തന്നെയാണ് ഇല്ല. ഓൻ ഫുള്ള് വരാലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ വരാലിനെ കിട്ടിയത് നോക്കാം. പോയോക്കാം. ഇവിടെ കുട്ടികളൊക്കെ ഒപ്പം കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയോക്കട്ടെ. ഇവിടെ എന്തോ കൊത്തണുണ്ട്. ഇത് വിരാലല്ല, ഇത് മാക്രിയാണ്. നമ്മളെ തവളാച്ചി. ഓനി ഏരനെ കണ്ടിട്ടേ കുറേ നേരമായി എൻ്റെ പിന്നാലെ കൂടുന്നത്. തവള കുടുങ്ങി കേസ്. അത് ചാടിയും പോയി. നമുക്ക് മറ്റൊരിടത്തേക്ക് തന്നെ പോവാം. ചെറുക്കന്മാർ ജയാന് ചൂണ്ടലിൻ്റെ പിരാന്താണ് കേട്ടോ. ചൂണ്ടലിടൽ തുടങ്ങിയാൽ പിന്നെ ഓനതിന് പേരില്ല. അതിന്മേലൊക്കെ കയറി കുത്തിന്ന് ഇടുകയാണ്. ഇവൻ സഹീം വെറും സഹീമല്ല ഗൈസ്, പുയര സഹീം. നാദിൻ്റെ കൈ മീനിൻ്റെ മുള്ളട്ടിയാണ്ട് പൊളിഞ്ഞിരിക്കണ്. അവരോട് പല പ്രാവശ്യം പറഞ്ഞേക്കണ ആ മീനെ കളിക്കരുത് അതിന് മുള്ളുണ്ട്. ഒരു മീനെ കിട്ടിയാൽ കിളുമ്പാണ്. ഓരോ മറ്റേ കുറച്ചുകൂടി മതിച്ചിങ്ങനെ നടക്കുക. നല്ല നടക്ക് കിട്ടുമോ? അതിന് നമ്മളെ ലാലു പിടിക്കുന്നതാണ്. ലാലു ഷഹീമാണ് അടുത്ത ചൂണ്ടലിടുന്നത്. ഓ കുറേ നേരമായി നടക്കണം. അപ്പോൾ അവനിവിടെ ഇരക്കെ ഇട്ടുകാണ്ട് ചൂണ്ടലിട്ട് കൊടുത്തേക്കാണ്. പിടിച്ചു. അങ്ങനെ ഷഹീബിലും മീനിനെ കിട്ടിയിട്ടോ. ഒരു ബിലാലിൻ്റെ. ഈ ബിലാൽ എന്ന് നമ്മളിവിടെ മലപ്പുറത്ത് പറയാട്ടോ, അല്ലാതെ ബിഗ് ബീത്തെ ബിലാലല്ല. അത് വരാൽ എന്നറിയപ്പെടുന്ന ബിലാൽ. എന്നെ തോൽപ്പിച്ചു ഒരൊറ്റ മീനുമേ അല്ലേ? വരാലിനെ പിടിച്ചാൻ വന്നിട്ടോ വരാലിനെ പിടിച്ചു. 2 മീനടി മീനുണ്ട്. സൂപ്പർ മീനല്ലേ? നമ്മൾ ആനയ്ക്ക് മീനൊന്നും കിട്ടിയില്ല. ഓൻ ഉച്ചക്കേറ്റ വന്നിക്കണോണ് മീൻ പിടിച്ചാൽ. അപ്പോൾ ഇതുവരെ മീൻ കിട്ടിയില്ല. അപ്പോൾ ഒരു മീൻ ഓന് വേണ്ടിയിട്ട് പിടിക്കാണ്ട് ജയനിട്ടു. അപ്പോൾ കിട്ടിപ്പോയി. ആർക്കാ മീൻ കിട്ടിയേ? ഏതിനെ?
ഇവളിവിടെ അടുത്തില്ല തന്നെ കേട്ടോ. പക്ഷെ ഇവര് എപ്പോൾ ചൂണ്ടലിടാൻ വരുമ്പോഴും ഓളവിടെ ഉണ്ടാകലുണ്ട്. അനാപ്പസിനെ പിടിക്കണ അനാപ്പസിനെ മാത്രം തെരഞ്ഞു പിടിച്ച് വേട്ട അവിടുന്ന് ചെയ്യാൻ. ഓ ഗൈസ് പോയാ അങ്ങനെ കിട്ടുമോ? കുറച്ച് നേരത്തെ കിട്ടിയ മീൻ ആനിക്ക് കൊടുത്തുകാണ്ട് ചൂണ്ടലിലൊക്കെ നിർത്തിക്കാണ്ട് പോകണമെന്ന് കരുതി നേരെ ഇറ്റായി തുടങ്ങി. അപ്പോൾ ഈ ചെറുക്കന്മാരെ അയക്കണില്ല. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി ഇട്ട്, അപ്പോൾ വീണ്ടും മീൻ കിട്ടി. ഇത് നമുക്ക് ആനിക്ക് കൊടുക്കാം. കുറേ നേരം മീൻ പിടിച്ചാൽ നടക്കണേ. അപ്പോൾ ഇത് അവന് കൊടുക്കാം. ആനിക്ക് തൊള്ളവാകിയല്ല. ആനിക്ക് കിട്ടിയ മീൻ പിന്നെയും കൊഞ്ഞാടിപ്പോയി. അങ്ങനെ 2 മീൻ നമ്മത് ചാടിപ്പോയി ഗായ്സ്. നേരം മഗ്‌രിബാകാനായി. അപ്പം ഇനി പോവുകയാണ്. അപ്പോൾ ആനിക്ക് മീൻ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയെന്നൊന്ന് നമുക്ക് ആനിക്കും കൊടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരോടും പിന്നെ കാണാം. ബായ്.